ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ മതവിമർശകർ, മതം വിടുന്നവർ പാകിസ്ഥാനിലും ഇറാനിലുമാണ് പെരുകുന്നത് എന്നാണ് ഏറ്റവും പുതിയ സെൻസസ്. കാരണം 6-ാം നൂറ്റാണ്ടിന്റെ മതം എങ്ങനെ കുത്തും കോമയും വരെ നമ്മൾ അങ്ങനെ തന്നെ വള്ളി പുള്ളി വിടാതെ ഫോളോ ചെയ്യണം എന്നവർ പരിശീലിപ്പിക്കുവാണ്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ എൻ്റെ മതം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം കൂടി കുത്തിവാഴുന്നത് കൊണ്ട് പലപ്പോഴും നമുക്കത് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ മതം അങ്ങ് ഫോളോ ചെയ്തു, അവരവരുടെ മതം ഫോളോ ചെയ്തിട്ട് അതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ അസഹിഷ്ണുതയോടുകൂടി പ്രവർത്തിക്കുന്ന വളരെ തുച്ഛം ആളുകളുണ്ട്. അവരെ പ്രതിരോധിക്കാൻ കൂടുതൽ ആളുകൾ തയ്യാറാകാത്തത് കൊണ്ടാണ് നമുക്ക് ഈ വിഷയം വീണ്ടും വീണ്ടും അണ്ടർലൈൻ ചെയ്ത് സമൂഹത്തിൽ എത്തിക്കേണ്ടി വരുന്നത്. പാകിസ്ഥാനിൽ ഇസ്ലാം വിട്ടു പോകുന്ന ആളുകൾ വല്ലാതെ വർദ്ധിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അമേരിക്കയിലെത്തിയതാണ്, കുടിയേറ്റക്കാരിയാണ്. മാധ്യമപ്രവർത്തകയോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകളെ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നതിനു കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ കൃത്യമായി അമേരിക്കയിൽ എത്ര പോപ്പുലേഷനാണുള്ളതെന്നും അതിൻ്റെ എത്ര ശതമാനമാണ് മുസ്ലിങ്ങൾ ഉള്ളതെന്നും അതിലെത്ര ശതമാനം ആളുകളാണ് അപകടകാരികളെന്നും അതിലെത്ര ശതമാനം ആളുകളാണ് നിശബ്ദരായിരിക്കുന്നതെന്നും എല്ലാം അക്കമിട്ട് നിരത്തുന്നുണ്ടായിരുന്നു. അമേരിക്കയിൽ പോയി കുടിയേറ്റക്കാരിയായി വയറ് നിറയെ ചോദിച്ചു വാങ്ങിയ ഒരു സ്ത്രീ എന്ന അപരനാമത്തിൽ പിന്നീട് അവർ അറിയപ്പെടുകയും ചെയ്തു. മുഹമ്മദ് നബിയെ ഇപ്പോഴും നമ്മൾ വിമർശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? മുഹമ്മദ് നബിയെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എതിർഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ മുസ്ലിം കുട്ടികൾ തന്നെ നല്ല രൂപത്തിൽ ഇതിനെ വിമർശിച്ചു തുടങ്ങി. നമ്മുടെ രാമസിംഹൻജി ഇപ്പോൾ 2-3 ഷോർട്ട് ഫിലിംസ് ഇറക്കിയിട്ടുണ്ട്. നല്ല രൂപത്തിൽ നർമ്മം കലർത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. മുസ്ലിം കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, റീൽസിലൂടെയും ഷോർട്ട് ഫിലിംസിലൂടെയും ഒക്കെ. ഉസ്താദുമാരെ വിമർശിക്കുന്നത് കുറച്ചല്ല. കഴിഞ്ഞ ദിവസം കൊണ്ട് 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയും. ആൺകുട്ടി ഉസ്താദിന്റെ വേഷം കെട്ടിയിട്ട് വീട്ടിൽ വന്നിരുന്ന് പത്തിരി കഴിക്കുകയാണ്. പത്തിരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറിയില്ലേ ഉള്ളേ എന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ പരസ്പരം നോക്കിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും കറി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഈ പെൺകുട്ടികൾ ചോദിക്കുന്നുണ്ട്, പത്തിരിയുടെ അടിയിലുള്ള കറി പോലും കാണാത്ത ആൾക്കാരാണ് നിങ്ങളല്ലേ, എന്നിട്ടാണ് നിങ്ങൾ ലോകത്തുള്ള സകലമാന മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ കാണാപ്പാഠം പഠിക്കാനും പറയാനും നടക്കുന്നതല്ല. ഇങ്ങനെ ചെറിയ രൂപത്തിൽ സമൂഹത്തെ ചിന്തിപ്പിക്കാൻ മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് തന്നെ യുവതലമുറ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് വരുന്നത് ഒരു നല്ല ലക്ഷണമാണ്. അപ്പോൾ മുസ്ലിം പുരോഹിതന്മാർ TV-യിലിരുന്ന് മോങ്ങുന്നു, യൂട്യൂബിലിരുന്ന് മോങ്ങുന്നു, നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നു, അയ്യോ ഞങ്ങളുടെ മതം എയറിലാണേ, ഞങ്ങളുടെ മതം എയറിലാണേ. എന്താ നിങ്ങളുടെ മതം എയറിലാകാൻ കാരണം? അതിനകത്ത് യുക്തിഭദ്രമായി ചിന്തിപ്പിക്കാൻ സാധിക്കുന്നതൊന്നുമില്ലാത്തത് കൊണ്ടാണ്. മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ ഉതകുന്ന എന്തെങ്കിലും വസ്തുതകൾ അതിനകത്തുണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾ അത് ഉൾക്കൊള്ളുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരാൻ എന്താണ് കാരണം? ഒരുപാട് മതങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മതരഹിതർ മുന്നോട്ട് വരുന്നത് ഇസ്ലാം മതത്തിൽ നിന്നാണ്. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ജൂതനുണ്ടാക്കിയ മീഡിയ. കാരണം ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിന്റെ പേരിൽ തന്നെ മതം ഉപേക്ഷിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രകടനവും പ്രക്ഷോഭവും കൊലയും അതൊക്കെ തുടങ്ങിയതിന് ശേഷം തന്നെ എത്രയോ ആളുകൾ മതം ഉപേക്ഷിച്ചിട്ടുണ്ട്, പേടിക്കാതെ മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി. ഇസ്ലാമിനെ വിമർശിക്കേണ്ടി വരുന്നത് ഇസ്ലാം എന്തോ വലിയ ചക്കരയാണ്, മാനവികതയാണ്, പാലാണ്, തേനാണ്, ആറാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രമാണ്. വഴിയെ പോകുന്ന ആളുകൾ വരെ ഇപ്പം വന്ന് ഇസ്ലാമിനെ ട്രോളുന്നത് എന്തുകൊണ്ടാണ്? ഖുർആാനിനെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നബിയെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്നത് എന്തുകൊണ്ടാണ്? കുഴിയിൽ നിന്ന് നബിയെ തോണ്ടിയെടുത്ത് വീണ്ടും വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത് വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കാലഘട്ടത്തിൽ നബി ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ചെയ്തോ പോയിട്ടുണ്ടാകാം. ഈ കാലഘട്ടത്തിൽ കോട്ടിട്ട് വന്ന് നിങ്ങളതിനെ ന്യായീകരിക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത്. ഓരോ മുസ്ലിം പുരോഹിതന്റെ വീട്ടിലും ഓരോ മുസ്ലിം എന്ന തോതിൽ വളരാനുള്ള കാരണം നിങ്ങളാണ്. ഇവർ ഏതൊക്കെ രാജ്യങ്ങളിലാണോ അഭയാർത്ഥികളായിട്ട് ചെന്ന് കയറിയത് ആ രാജ്യങ്ങളിലൊക്കെ ഇവർ വിഷം വാരി വിതച്ചിട്ടില്ലേ? ഇല്ലേ? ആ രാജ്യങ്ങളുടെ ഒക്കെ മനസ്സമാധാനം ഇവർ കാർന്ന് തിന്നിട്ടില്ലേ? യൂറോപ്പിൽ മാത്രമല്ല, ഇവരെവിടെയൊക്കെ ചേക്കേറിയിട്ടുണ്ടോ അവിടെയൊക്കെ റോഡുകളിൽ ഇവർ മുസല്ല വിരിച്ച് തറാവി നമസ്കാരം നടത്തിയില്ലേ? അമേരിക്കയിലും ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലും ഒക്കെ റോഡ് നീളം മുസല്ലയും പായയും വിരിച്ച് ഇവർ നീളത്തിൽ നിന്ന് നമസ്കരിച്ചു.
ഗതാഗതം തടസ്സപ്പെട്ട് ഗവൺമെൻറ് വരെ അതിനകത്ത് ഇടപെടേണ്ടതായി വന്നു. കൈകെട്ടി നിൽക്കുന്നവരെ വരെ പോലീസിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വന്നു. കേരളത്തിൽ പിന്നെ ഖബറുകളാണ് വളരുന്നത് എന്നതിൽ നമുക്ക് സമാധാനിക്കാം. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ? സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞു തന്നു. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വയ്ക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 34-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. ഇന്ന് ഏത് മുസ്ലിം പുരോഹിതനുണ്ട് പാവപ്പെട്ട ആള്? നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞതുപോലെ 1 കിലോ വെളുത്തുള്ളി വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത എത്ര മുസ്ലിങ്ങളുണ്ട്, എത്ര മുസ്ലിം പുരോഹിതന്മാരുണ്ട് ഇവിടെ. ശരിക്കുമാണോ? അവർ സഞ്ചരിക്കുന്നത് റോയൽ എൻഫീൽഡിലാണ്. ഇന്നോവ ഇല്ലാത്ത എത്ര മുസ്ലിം ഉസ്താദന്മാരുണ്ട്. ഒരു ഉസ്താദ് മുമ്പ് വന്നിട്ട് ഞാൻ ഒരു സ്ത്രീ ഡോക്ടറാകുന്നതിന് ഞാൻ എതിരല്ല, കളക്ടറാകുന്നതിന് ഞാൻ എതിരല്ല, IAS കാര്യമാകുന്നതിന് ഞാൻ എതിരല്ല, വക്കീലാകുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ നല്ല നാടൻ പൊന്നാനി മത്തി കിട്ടിയാൽ നെല്ലിക്ക ചതച്ചിട്ട് മത്തിക്കറി വെക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൾ എന്ത് പഠിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ ഉസ്താദ് പബ്ലിക്കിൽ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ കാറിലാണ് വന്നത്, ഞാൻ എൻ്റെ ഡ്രൈവറെയും കൂട്ടിയിട്ടാണ് വന്നത്, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാറിൽ കയറി പോവുകയും ചെയ്യും. ഇവരെയൊക്കെ പ്രസംഗത്തിന് വിളിക്കണമെങ്കിലേ ഒരു പൈസ നിശ്ചയിക്കണം ആദ്യം. എന്നിട്ട് പ്രൈവറ്റ് സെക്രട്ടറിക്ക് എത്ര രൂപ, ഈ കാറിലേ അവർ വരൂ. വന്നു കഴിഞ്ഞാൽ അവർക്കൊരു മെനു ഉണ്ട്, അവർക്ക് കൊടുക്കേണ്ടുന്ന ഭക്ഷണത്തിൻ്റെ രീതികൾ. എന്തിനാ വരുന്നത്? മൃദുവായ ഒരു റൊട്ടിക്കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ ദാരിദ്ര്യമാർന്ന എളിമ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ, നഗ്നപാതനായി മരുഭൂമിയിലൂടെ നടന്ന പ്രവാചകന്റെ ആ ഒരു ലളിത ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ, പനയോലക്കീറിൽ കിടന്നുറങ്ങി ശരീരത്ത് മുഴുവനും ഓലയുടെ അടയാളം വന്ന ആ പ്രവാചകനെ കുറിച്ച് പഠിപ്പിക്കാൻ ഇവർ വരുന്നത് എവിടെയാണ്? ബ്രാൻഡായിട്ടുള്ള ഷൂവും അതുപോലെയുള്ള കാറുകളിലും വേഷങ്ങളും ഒക്കെ ധരിച്ച്. ഒരിക്കലൊരു യൂട്യൂബ് ഹാജി ആരാൻ്റെങ്കിൽ നിന്ന് പണമൊക്കെ തെണ്ടിപ്പറക്കി ഹജ്ജിന് പോയിരുന്നു. അയാൾ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ വലിയ ബ്രാൻഡായിട്ടുള്ള ഷൂകളുടെയൊക്കെ പരസ്യം കാണിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ആളുകളെ പറ്റിച്ച് ജീവിക്കുക എന്തോ വലിയ ഔലിയാണെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ എന്താണ് ആ ഖുർആൻ പറഞ്ഞു വെച്ചതെന്ന്? പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നു. അപ്പോൾ ഈ പണ്ഡിതന്മാരാണ് ഇന്നും മതം വ്യാഖ്യാനിക്കുന്നത്. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പറയണ്ട, മതത്തിലെ പണ്ഡിതന്മാരും ഉസ്താദന്മാരങ്ങ് പറഞ്ഞാൽ മതി. ആ ഉസ്താദന്മാരെയാണ് ഖുർആൻ ആദ്യം കിണ്ടിയെടുത്ത് വെളിയിൽ കളഞ്ഞത്. ആ ഉസ്താദന്മാരാണ് ഇന്ന് ഈ മതം നിയന്ത്രിക്കുന്നത്. എങ്ങനെ ഉണ്ടാകും? നന്ദി.